തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടെ തൊടുപുഴയിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. CPI ഇടുക്കി ജില്ലാ കൗൺസിലിൻ്റെ ആധികാരിക അഭിപ്രായം പറയേണ്ടത് ജില്ലാ സെക്രട്ടറിയാണ്. ഏതെങ്കിലും വ്യക്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം അഭിപ്രായമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ചർച്ചകളും വിമർശനങ്ങളും പുതിയ കാര്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. കോടതിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ 10,000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൊടുപുഴയിൽ പറഞ്ഞു. 1964 ഭൂപതിവ് ചട്ടപ്രകാരം തയ്യാറാക്കിയിട്ടുള്ള പട്ടയങ്ങളാണിത്. ഇക്കാര്യത്തിൽ ഒന്നും സർക്കാരും കോടതിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ല. ജില്ലയിൽ ഒരു പട്ടയം ഓഫീസറെ കളക്ടറുടെ അഭാവത്തിൽ നിയമിക്കാൻ മാത്രമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. നിയമസഭാ സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ച ആളുകളോടുള്ള സമീപനമാവില്ല. സാധാരണ മറ്റൊരു നിവൃത്തിയില്ലാത്ത, വേറെ ഭൂമിയില്ലാത്ത, വേറെ വീടില്ലാത്ത ഒരു 5 സെന്റിലോ 10 സെന്റിലോ അവൻ്റെ കുടിൽ കെട്ടാൻ വേണ്ടി തീരുമാനിച്ച ഒരാളോടുള്ള സമീപനം അയാളോട് വളരെ സോഫ്റ്റായിട്ടും വളരെ രീതിയില്ലാത്ത ഒരാളോട് സമീപിക്കേണ്ട നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ച ആളുകളോട് ഒന്നിൻ്റെ പുറകിൽ സംരക്ഷിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഓരോന്നിൻ്റെ കാര്യത്തിലായി പറയാൻ പറ്റില്ല. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് നിങ്ങൾ കാണാത്തോണ്ടല്ലേ? 100 ഏക്കർ ഭൂമിയുള്ളത് കയ്യേറിയത്, 100 ഭൂമി കയ്യേറിയത് ഒരു വാർത്തയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ അനധികൃതമായി കൈവശം വെച്ചിരുന്ന ഏറെ ഭൂമിയുള്ള ആളുകളുടെ ചെറിയ ഭൂമി ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിനാണ് കൂടുതൽ വാർത്ത. ഞാനിപ്പോൾ ആധികാരികമായി ഗവൺമെൻറ് വേണ്ടി പറയുന്നു, ഗവൺമെൻറ് അനധികൃതമായിട്ടുള്ള ഒരു കയ്യേറ്റത്തിന് പ്രോത്സാഹിപ്പിക്കില്ല. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെ കാണില്ല. കുടിയേറ്റക്കാർ സാധാരണ നിലയിൽ മറ്റൊരു ഭൂമിയും ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ ഒരു ഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചാൽ അതിനെ കയ്യേറ്റമായി കാണാനാകില്ല. എന്നാൽ ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ചവനോട് ഏതെങ്കിലും വിധത്തിൽ നീതിരഹിതമായിട്ടുള്ള നിലപാട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെടുത്താൽ പോലും അതിനെ തിരുത്താനും ആ ഭൂമി തിരിച്ചു പിടിക്കാനും ഗവർണർ അനാവശ്യമായി ബില്ല് 6 മാസക്കാലം താമസിപ്പിച്ചതാണ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഭിന്നാഭിപ്രായമില്ല. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെയും അഭിപ്രായം. വൻകിട കയ്യേറ്റങ്ങളെയും കുടിയേറ്റങ്ങളെയും സർക്കാർ വേർതിരിച്ചാണ് കാണുന്നത്. ദീർഘമായിട്ടുള്ള ഒരു കാലമായിട്ട് അതിൻ്റെ പ്രയാസങ്ങൾ സാധാരണ നിലയിൽ അതിവേഗം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായി. നിയമപരമായിട്ടുള്ള പല വിധത്തിലുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഭൂപതിവ് നിയമത്തിൽ മാറ്റം വരുത്തി. ഭൂപതിവ് നിയമത്തിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ബോധപൂർവം പറഞ്ഞാണ്. ചട്ടത്തിൻ്റെ ചോദ്യം ചോദിച്ചത് ഭൂപതിവ് നിയമത്തിൽ മാറ്റം വരുത്താതെ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന നിയമവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അതിനകത്ത് നിലവിലുള്ള മാറ്റങ്ങൾക്കും വരാൻ പോകുന്ന മാറ്റങ്ങൾക്കും വഴിവെക്കാൻ കഴിയില്ല എന്ന രീതി ഉൾപ്പെടെ നിയമവകുപ്പുകളുടെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂപതിവ് നിയമത്തിൽ മാറ്റം വരുത്താൻ. ഭൂപതിവ് നിയമത്തിൽ വരുത്തിയ മാറ്റം അംഗീകരിക്കാതെ ഏതാണ്ട് 6 മാസക്കാലത്തോളം ഗവർണർ കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെച്ചു. അതിപ്പോൾ മാറ്റം വരുത്തി ഔപചാരികമായിട്ടുള്ള അനുമതി കിട്ടി. ഏറ്റവും വേഗത പക്ഷേ എല്ലാവരുമായി കൂടിയാലോചിച്ചു ചട്ടത്തിൻ്റെ ഭേദഗതി ഉണ്ടാക്കും. നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങളിലേക്ക് പോകും. പക്ഷേ നിയമസഭാ സാമാജികരുമായിട്ടും പൊതുജനങ്ങളുമായിട്ടും നേരത്തെ നടത്തിയതുപോലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പൊതുസമൂഹവുമായിട്ടും ആവശ്യമായി കൂടിയാലോചനകളോട് കൂടിയായിരിക്കും ചട്ടത്തിൻ്റെ കാര്യം. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് CPI ജില്ലാ കൗൺസിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ജില്ലാ സെക്രട്ടറിയാണ്. തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തണം എന്ന് തന്നെയാണ് CPIയുടെ പൊതു അഭിപ്രായം. ഓരോ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. എല്ലാ കാലത്തും വിമർശനാത്മകമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ടെന്നും ഇതിലൊന്നും പുതുമയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.